നമസ്കാരം. ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം. വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. പയ്യന്നൂർ വീട്ടിൽ കവർച്ച, 75 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി കുടുംബം. അന്വേഷണം വഴിത്തിരിവിലേക്ക്. പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്ന് സൂചന. സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നിയമ നടപടി തുടരുമെന്ന് EP ജയരാജൻ. സർക്കാരിനോടും ആവശ്യപ്പെടുമെന്നും EP. മാധവ ഗാർഗിൽ പുരസ്കാര തുക ജൈവ സംസ്കൃതിക്ക് കൈമാറിയത് പുരസ്കാര തുകയായ 1 ലക്ഷം രൂപ. ഭാരത് കോഫി ഹൗസ് ഇനി കണ്ണൂരും. വെജിറ്റേറിയൻകാർക്കിത് നല്ല ഊണിൻ നേരം. വിവാദ പാനൂർ രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്ത് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ദക്ഷിണകാശിയിൽ ഉത്സവത്തിന് കൊടിയേറി. തൊക്കിലങ്ങാടിയിൽ അന്നദാനമൊരുക്കി സേവാഭാരതി. കഥാപ്രസംഗം മറ്റ് 100 അരങ്ങിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ശ്രീലേഖ ജയകൃഷ്ണൻ. എളിയാവൂർ കാട്ടുമച്ചാൽ റോഡ് ദുരവസ്ഥ, സ്ഥലം സന്ദർശിച്ച് അധികൃതർ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വിമാനത്താവള ചുറ്റുമതിൽ ഇടിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ബജറ്റ് വിഹിതം വൈകിപ്പിക്കുന്നതിനെതിരെയും തെരുവുനായ ശല്യത്തിനെതിരെയും SDPIയുടെ നേതൃത്വത്തിൽ ധർണ. നോക്കാം വിശദമായ വാർത്തകൾ. പയ്യന്നൂരിൽ വൻ കവർച്ച, 75 പവൻ സ്വർണം കവർന്നു. പയ്യന്നൂർ പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. അലമാര കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയത്. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പയ്യന്നൂർ പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിലാണ് രാത്രിയിൽ കവർച്ച നടന്നത്. 75 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരുനില വീടിന്റെ മുകളിലെ നിലയിൽ വീട്ടുടമസ്ഥയായ സുഹറയുടെ മകന്റെ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെ മുറികൾ കുത്തി തുറന്ന് കവർച്ച നടന്നത്. വീട്ടുകാർ രാവിലെ ഉണർന്ന് താഴേക്ക് വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. താഴെ നിലയുടെ വാതിൽ കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന നിലയിലാണ്. 2 കിടപ്പുമുറികളും ഷെൽഫുകളും കുത്തി തുറന്നു. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. വാതിൽ കുത്തി തുറക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു. പെരുമ്പ ടൗണിൽ ലത്തീഫിയ സ്കൂളിന് പിന്നിൽ തന്നെയാണ് വീട്. സുഹറയുടെ ഭർത്താവ് അസുഖബാധിതനായതിനാൽ ഇവർ രണ്ടുപേരും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. പയ്യന്നൂർ മോഷണം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചതായി പയ്യന്നൂർ DYSP A ഉമേഷ്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഉടൻ വലയിലാവുമെന്നും അദ്ദേഹം അറിയിച്ചു. മഴക്കാലം വരുന്നതോടെ കവർച്ച കൂടാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പുലർത്തണമെന്നും ആയുധങ്ങൾ വീടിന് പുറത്ത് സൂക്ഷിക്കരുതെന്നും DYSP മുന്നറിയിപ്പ് നൽകി. മോഷണ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. ഏകദേശം ചില സൂചനകളൊക്കെ നമുക്കുണ്ട്. നമ്മളതിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. മഴക്കാലം വരികയായി. മഴക്കാലം വരുമ്പോൾ നമുക്ക് കൂടുതൽ സുരക്ഷ നമ്മുടെ വീടുകളിലൊക്കെ ഒരുക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നമുക്കിങ്ങനെ കാണുന്നത് നമ്മളെ ആക്രമിക്കാനുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അത്തരം സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. അതുപോലെ സുരക്ഷിതമായി നമ്മുടെ ഗോൾഡ് അതേപോലെ വില ഉൾപ്പെടെ സാധനങ്ങളൊക്കെ കഴിവതും ലോക്കറിലേക്ക് മറ്റോ മാറ്റുന്ന രീതിയിലേക്ക് ചെയ്യുക. വേറെ ഒന്നും നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവുക. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ക്യാമറകളും സർവൈലൻസ് പരിപാടികളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവാക്കി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. തുടങ്ങി നമ്മുടേതായ ചെയ്യുന്ന സുരക്ഷ നമ്മൾ ഒരുക്കുകയും പോലീസ് പെട്രോളിംഗ് കുറച്ച് സജീവമാക്കിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ഈ സീസൺ ജൂൺ മാസങ്ങളിൽ നമുക്ക് പൊതുവേ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ നോക്കുമ്പോൾ കൂടുതൽ മോഷണങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഞങ്ങളും നാട്ടുകാരും ഒരുമിച്ച് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. പയ്യന്നൂർ പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കവർച്ച നടന്നത്. 75 പവൻ സ്വർണ്ണ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ വീട്ടുടമസ്ഥയായ സുഹറയും മകന്റെ കുടുംബാംഗങ്ങളും ഉറങ്ങുമ്പോഴായിരുന്നു താഴത്തെ മുറി കുത്തിത്തുറന്ന് കവർച്ച നടന്നത്. വീട്ടുകാർ രാവിലെ ഉണർന്ന് താഴേക്ക് വന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് തന്നെ. താഴെ നിലയുടെ വാതിൽ കമ്പിപ്പാര കൊണ്ട് കുത്തിത്തുറന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 കിടപ്പുമുറികളും ഷെൽഫുകളും കുത്തിത്തുറന്നിരുന്നു. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലുമായിരുന്നു ഉണ്ടായത്. വാതിൽ കുത്തിത്തുറക്കാൻ ഉപയോഗിച്ചെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു. പെരുമ്പ ടൗണിൽ ലത്തീഫിയ സ്കൂളിന് മുന്നിൽ തന്നെയാണ് വീട്. സുഹറയുടെ ഭർത്താവ് അസുഖബാധിതനായതിനാൽ ഇവർ രണ്ടുപേരും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു ഉണ്ടായത്. തന്നെ വധിക്കാനുള്ള ശ്രമത്തിലെ കേസിൽ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നിയമ നടപടി തുടരുമെന്നും EP ജയരാജൻ. സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. അപ്പീൽ നൽകാൻ സർക്കാരിനോടും ആവശ്യപ്പെടുമെന്നും EP ജയരാജൻ. പ്രതികൾക്ക് തന്നോട് നേരിട്ട് വിരോധമില്ല. പിണറായി വിജയനായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രതികളെ വാടകയ്ക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി ചെയ്ത സംഭവമാണിത്. തങ്ങളുടെ ഭാഗം വ്യക്തമാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞോ എന്ന് പരിശോധിക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായെന്ന് കരുതുന്നില്ലെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ, തെളിവുകൾ ബോധ്യപ്പെടുത്താൻ
ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി സുപ്രീം കോടതിയുണ്ട്. ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാർഡിയന് ലഭിച്ച പുരസ്കാര തുകയായ 1,00,000 രൂപ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറി. പി ടി തോമസിന്റെ സ്മരണാർത്ഥം പി ടി തോമസ് ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഫൗണ്ടേഷൻ ചെയർമാൻ മുൻ MLA അനിൽ അക്കര ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ തുക കൈമാറി. ജൈവ കർഷകരെ സഹായിക്കുന്നതിനും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനും ജൈവ സംസ്കൃതി നടത്തിവരുന്ന പരിശ്രമങ്ങൾ കണക്കിലെടുത്താണ് മാധവ് ഗാഡ്ഗിൽ സമ്മാന തുക ജൈവ സംസ്കൃതിക്ക് നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ പി ടി തോമസ് അതിനെല്ലാം അതീതനാണ്. പി ടി തോമസ് ഇടുക്കിയിലെ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിലുണ്ടായ കൊടുങ്കാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാള പെറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുക്കുന്ന അവസ്ഥാവിശേഷവുമായി എല്ലാവരും കൂടി അദ്ദേഹത്തെ ക്രൂശിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ നമ്മൾ എല്ലാവരും. കണ്ണൂരിൽ ആദ്യമായി ജൈവ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിച്ചത് ജൈവ സംസ്കൃതിയാണ്. അതുപോലെ ചെറുധാന്യങ്ങൾ ജനങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനും കണ്ണൂരിൽ മുൻകൈയെടുത്തതും ജൈവ സംസ്കൃതി കൂടിയാണ്. ഈ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ജൈവ സംസ്കൃതിയെ ഈ അംഗീകാരവും തേടിയെത്തിയത്. സർ, പി ടി തോമസ് സാറിൻ്റെ പേരിലുള്ള 1,00,000 രൂപ അവാർഡ് ഇവിടെ ഇപ്പം ജൈവ സംസ്കൃതി ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിന് ഒരു മഹത്തായ സന്ദേശമാണ് നൽകുന്നത്. ഇത് സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? പി ടി തോമസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യകുലത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് തൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്ത വളരെ മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തിയ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ പി ടി തോമസ്. അദ്ദേഹം തന്നെ സ്ഥാപിച്ച സംഘടനയാണ് ഈ മാനവ സംസ്കൃതി. ആ മാനവ സംസ്കൃതിയുടെ പ്രഥമ പുരസ്കാരം, അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രഥമ പുരസ്കാരം ശ്രീമൻ മാധവ് ഗാഡ്ഗിലിനാണ് 1,00,000 രൂപയുടെ അവാർഡ് പ്രഥമ പുരസ്കാരം കിട്ടിയത്. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു ആ പണം കണ്ണൂരിലെ പരിസ്ഥിതി പ്രവർത്തകന്മാർക്ക് കൊടുക്കണം. അങ്ങനെയാണ് കണ്ണൂരിലെ ജൈവ സംസ്കൃതി പ്രവർത്തകർക്ക് ആ തുക കൈമാറാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കുകയും ആ തുക ഇപ്പോൾ കൈമാറുകയും ചെയ്തിരിക്കുന്നത്. മാനവ സംസ്കൃതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ E.T. രാജീവൻ അധ്യക്ഷത വഹിച്ചു. മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ അനിൽ അക്കര അവാർഡ് തുക ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി രാജൻ കോരമ്പേത്തിന് കൈമാറി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VV വിജയൻ, അസൈനാർ M പ്രദീപ് കുമാർ, രാജൻ പുതുശ്ശേരി, NR മായൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഭംഗമേൽപ്പിച്ച ഒരു കാലഘട്ടത്തിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മീഷനെ വയ്ക്കുന്നത്. ആ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധവ് ഗാഡ്ഗിൽ കൊണ്ടുവന്ന ആ കമ്മീഷൻ റിപ്പോർട്ട് ശരിയായ രീതിയിൽ കേരള സമൂഹവും രാജ്യവും ചർച്ച ചെയ്തില്ല എന്നതിൻ്റെ ദുരന്തഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2012 പ്രളയകാലത്ത് കേരള നിയമസഭയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാണ് മാധവ് ഗാഡ്ഗിലുമായി ബന്ധപ്പെട്ട വിഷയം. അതുപോലെ തന്നെ പി ടിയുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് വ്യാപകമായി നമുക്കറിയാലോ, കുഴഞ്ഞു വീണ് ആളുകൾ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ടെമ്പറേച്ചറുമായി കൂടിയത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യഥാർത്ഥത്തിൽ അന്ന് മാധവ് ഗാഡ്ഗിലിൻ്റെ ആ റിപ്പോർട്ട് പഠിക്കുകയും അതിനനുസരിച്ച് ചില ശുപാർശകൾ നമുക്ക് ആവശ്യമുള്ളത് നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. നടപ്പാക്കിയിരുന്നെങ്കിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഈ വലിയ ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരം കാണാമായിരുന്നു. മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള അതിപ്രശസ്തരായ പ്രകൃതി സ്നേഹികൾ അവർ പറയുന്ന കാര്യം നമ്മുടെ സമൂഹം അംഗീകരിക്കുകയാണെങ്കിൽ, തീർച്ചയായും അനുസരിക്കുകയാണെങ്കിൽ, ഇനിയും നമുക്ക് നമ്മുടെ പ്രകൃതിയെ കേടുകൂടാതെ സൂക്ഷിക്കാം. ക്യാമറമാൻ ബിനീഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി ഒരു ഇടവേള.
കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. ഭാരത് കോഫി ഹൗസിന്റെ രുചിപ്പെരുമ ഇനി കണ്ണൂരിലും. തനത് പാലക്കാടൻ തനിമയിൽ തമിഴ് സ്വാദ് സമന്വയിപ്പിച്ചുകൊണ്ട് ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണം കണ്ണൂരിൽ ലഭ്യമാക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. പുതിയ ഭാരത് കോഫി ഹൗസ് KVR ടവറിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഭക്ഷണപ്രേമികൾക്ക് ഏതൊരു ഹോട്ടലിലും കയറിയാൽ അവിടുത്തെ സ്പെഷ്യൽ ഫുഡുകൾ ഓർഡർ ചെയ്ത് കഴിച്ച് ആസ്വദിക്കാം. എന്നാൽ അതൊരു പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിലോ? ഒത്തിരി കടകൾ ഒന്നുമില്ല വെജിറ്റേറിയൻകാർക്ക് ആസ്വദിക്കാൻ. എന്നാൽ അങ്ങനൊരിടം കണ്ണൂരിലെത്തിയാൽ നമുക്ക് ആസ്വദിക്കാനാവും. അതും പാലക്കാടിന്റെ തനിനാടൻ സ്വാദുകൾ. തമിഴ് സ്വാദുകൾ കണ്ണൂരുകാരുടെ നാക്കിലെത്തിച്ചത് ഭാരത് കോഫി ഹൗസ് എന്ന സംരംഭമാണ്. KVR ടവറിന് സമീപമാണ് ഭാരത് കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഭാരത് കോഫി ഹൗസ് എന്ന് പറയുന്ന
സംരംഭത്തിൻ്റെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസിയാണ് കണ്ണൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ തനതായ ജീവിത രീതി, നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കിട്ടുക എന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. നിരവധി വെജിറ്റേറിയൻ ഭക്ഷണശാലകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം കിടപിടിക്കുന്ന രീതിയിലാണ് ഭാരത് കോഫി ഹൗസിൻ്റെ പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണശാലയുടെ പ്രവർത്തനവും ഭക്ഷണ ശൃംഖലയും. കൽപ്പാത്തി കൃഷ്ണ അയ്യരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഹോട്ടലുകളിലെല്ലാം തന്നെ ഷെഫിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ശുദ്ധമായ ഭക്ഷണം കേരളത്തിലെ ജനതയ്ക്ക് നൽകും. ശക്തമായൊരു യുവതയെ വാർത്തെടുക്കുവാൻ യുവതലമുറയിലൂടെ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഒരു തരി പോലും സംശുദ്ധമല്ലാത്ത ഒന്നും ഞങ്ങൾ ഇതിൽ ചേർക്കത്തുമില്ല. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. രാവിലെയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ചായയോ കാപ്പിയോ കുടിക്കാം. ഒപ്പം കഴിക്കാൻ വട, ഇഡലി, ദോശ, മസാല ദോശ, ഊത്തപ്പം, പൊറോട്ട, അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട്. ഉച്ചയൂണിനെത്തുന്നവർക്ക് താലി മീൽസ്, വെജ് ബിരിയാണി എന്നിവയുടെ രുചിയും ആസ്വദിക്കാം. തീർന്നില്ല, വൈകിട്ട് ചെന്നാ ഭട്ടൂര മുതൽ തൈരുവട വരെ വെജിറ്റേറിയൻകാർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വെജിറ്റബിൾ കറികളും ലഭിക്കും. ഒപ്പം വിവിധതരം പഴങ്ങൾ കൊണ്ടുള്ള ജ്യൂസുകളും ഷെയ്ക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഭക്ഷണക്കൊതിയരായ കണ്ണൂർക്കാർക്ക് മറ്റൊരു രുചിയിടമാണ് ഭാരത് കോഫി ഹൗസിലെത്തിയാൽ ലഭിക്കുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി CPM പണിത രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി ചടങ്ങിനെത്തിയില്ല. പകരം ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത്. പാനൂർ തെക്കുമുറിയിലാണ് CPIM സ്മാരകം നിർമ്മിച്ചത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം. പാനൂർ ചേറ്റക്കണ്ടിയിലെ കുന്നിൻമുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2015 ജൂൺ 6-നാണ് സ്ഫോടനത്തിൽ CPM പ്രവർത്തകരായ ഷൈജു, സുബീഷ് എന്നിവർ കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നുമാണ് അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞപ്പോഴും അന്ന് ഷൈജുവിന്റെയും സുബീഷിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി P ജയരാജനായിരുന്നു. 2016 ഫെബ്രുവരിയിൽ CPM നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി. ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച സുബീഷിനെയും ഷൈജുവിനെയും രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് 2016 ജൂൺ 6 മുതൽ സുബീഷ്, ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു. RSS ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്നാണ് രക്തസാക്ഷി ദിനാചരണത്തെക്കുറിച്ചുള്ള CPM വിശദീകരണം. കണ്ണൂർ പാനൂർ തെക്കുമുറിയിലാണ് ഷൈജു, സുബീഷ് എന്നിവർക്കായി സ്മാരകം നിർമ്മിച്ചത്. എന്ന് ഞങ്ങൾക്കെതിരെ പേനിയുണ്ടുകയും ചാനലുകളിൽ വാർത്ത കൊടുക്കുകയും ചെയ്യുന്നവർ ഓർക്കണം. ഈ നാടാകെ സ്നേഹിക്കുന്നവരാണ് ഷൈജുവും സുബീഷും. അതാണ് യാഥാർത്ഥ്യം. ചീരു സംഭാവന നൽകിയ സ്ഥലത്ത് തൊട്ടടുത്ത വർഷം സ്മാരക സ്തൂപം അവിടെ പണിയുകയുണ്ടായി. ആ വർഷം തന്നെയാണ് മാർച്ച് മാസം 15-ാം തീയതി ഞാൻ ആ സ്മാരക മന്ദിരത്തിന് ശിലാസ്ഥാപനം നൽകിയത്. കഴിഞ്ഞ 9 വർഷമായി രക്തസാക്ഷി ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുന്ന ഷൈജു, സുബീഷ് ദിനാചരണം നടത്തുന്നത് ചരുമംഗലത്ത് ചീരുവിനെ പോലുള്ള
ഈ നാടിനെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുമിത്രാദികൾ മനസ്സിലേക്ക് വാങ്ങിയ രണ്ട് പ്രവർത്തകന്മാരുടെ അനുസ്മരണ പരിപാടിയാണ് എന്ന് തിരിച്ചറിയാൻ ഈ നാടിന് കഴിയുന്നു. എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ രാഷ്ട്രീയത്തിനും അത് കാണാൻ കഴിയുന്നില്ല. രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുജന റാലിയടക്കം വിപുലമായ പരിപാടികളും CPM സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പാനൂർ മുളിയാത്തോട് മാവുള്ളച്ചാലിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഷെറിൻ എന്ന CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. അതിലും പാർട്ടിക്ക് പങ്കില്ലെന്നാണ് CPM വിശദീകരിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്കുള്ള അന്നദാനം തൊക്കലങ്ങാടിയിൽ ആരംഭിച്ചു. സേവാഭാരതി കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ മെയ് 23 മുതൽ ജൂൺ 13 വരെയാണ് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനം നൽകുന്നത്. അന്നദാനത്തിന്റെ ഉദ്ഘാടന കർമ്മം മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി നിർവഹിച്ചു. റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ജ്യോതീന്ദ്രനാഥ് KP അധ്യക്ഷത വഹിച്ചു. PS മോഹനൻ കൊട്ടിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. NCT രാജഗോപാൽ, ബീന മനോഹരൻ, AP പുരുഷോത്തമൻ, P രവീന്ദ്രൻ, രാജേഷ് ഖന്ന, CK സുരേഷ് എന്നിവർ സംസാരിച്ചു. തൊക്കിലങ്ങാടിയിൽ രൂപീകരിച്ച സത്കർമ്മ കൂട്ടായ്മയാണ് സേവാഭാരതിക്ക് അന്നദാനം നൽകാനുള്ള സ്ഥലവും ഊട്ടുപുരയും വിശ്രമ കേന്ദ്രവും ഒരുക്കി നൽകിയത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കേരള കഥാപ്രസംഗ പരിപോഷണ വേദിയുടെ നേതൃത്വത്തിൽ കഥാപ്രസംഗ ശതാബ്ദി ആഘോഷം കഥന കൗതുക അറ്റ് 100 സംഘടിപ്പിച്ചു. മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മാനുഷിക ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന ഈ കാലത്ത് രൗദ്രീകരിക്കപ്പെട്ട മനസ്സുകൾക്ക് ഏറെ ആശ്വാസം പകരുന്ന കലയാണ് കഥാപ്രസംഗമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഐശ്വര്യ സമ്പന്നമായ സമൃദ്ധമായ വിചാരധാരകളും അനുഗ്രഹീതമായ പദവിന്യാസങ്ങളുമൊക്കെ ഈ വർത്തമാനകാലത്തും കേൾക്കാനും പ്രതിധ്വനിപ്പിക്കാനും കഴിയുന്ന നിലയിൽ കഥാപ്രസംഗത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ വേളയിൽ കഥന കൗതുകം സംഘടിപ്പിച്ച സംഘാടകന്മാരെ ഞാൻ ആദ്യമായി അഭിവാദനം ചെയ്യുകയാണ്. ഇതുപോലുള്ള കഥാകഥനങ്ങളും പരിപാടികളുമൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള വർത്തമാനകാലം. കാരണം നമ്മുടെ എല്ലാം മനസ്സ് വളരെയധികം പല കാര്യങ്ങളിലും രൗദ്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതും അതാണ്. മാനുഷിക ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, പവിത്രമായ മാതൃപിതൃ ബന്ധം പോലും വിച്ഛേദിക്കപ്പെട്ട് പരിഭ്രാന്തമാക്കപ്പെട്ട സാഹചര്യങ്ങൾ കാണാൻ കഴിയും. കുട്ടികളെ കൊല ചെയ്യുന്ന അമ്മമാരും. പ്രേമാനന്ദ് ചമ്പാട് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രത്നകുമാർ ആമുഖ ഭാഷണം നടത്തി. EVG നമ്പ്യാർ, T കൃഷ്ണൻ പയ്യന്നൂർ, P പ്രദീപ്, ഉല്ലാസൻ കൂടൻ, ബാബു കൊടഞ്ചേരി, രാജ് തെരൂർ എന്നിവർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഗാനമാലികയും തുടർന്ന് നദിയ നാരായണന്റെയും സംഘത്തിന്റെയും കഥാപ്രസംഗവും സോണിക, ശ്യാംജിത്ത്, ശ്രീലേഖ, ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ലഘു കഥാപ്രസംഗവും നടന്നു. എളിയാവൂർ കാട്ടുമൽച്ചാൽ റോഡിന്റെ ദുരവസ്ഥ റോഡ് അധികൃതരും കൗൺസിലർമാരായ ധനേഷ് മോഹൻ, ഷാഹിന മൊയ്തീൻ, നാട്ടുകാർ എന്നിവർ ചേർന്ന് തൽസ്ഥിതി പരിശോധിച്ചു. അതിൽ പരിഹാരം ഉണ്ടാക്കാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. എങ്കിലും ശാശ്വത പരിഹാരത്തിനായി കളക്ടർക്ക് കൂടി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഈ റോഡിന്റെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഫോളോ അപ്പ്. മഴയൊന്നു ചാറിയാൽ കുളമാകുന്ന റോഡിന്റെ അവസ്ഥയാണ് ഞങ്ങളെന്ന് റിപ്പോർട്ട് ചെയ്തത്. ഏറെ പ്രയാസപ്പെട്ട് നീങ്ങുന്ന ഇരുചക്ര വാഹനങ്ങളും ഓട്ടോകളുമായിരുന്നു അന്ന് ഞങ്ങളുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞത്. റോഡിന്റെ അവസ്ഥയെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരം: ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ വഴി വരണം. ആഴ്ചയൊന്നു തികയും മുമ്പേ അധികാരികളെത്തി. റോഡിനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ശാശ്വത പരിഹാരമല്ലെങ്കിലും തീരുമാനമുണ്ടാക്കാമെന്ന ഉറപ്പിന്മേൽ അവർ പിരിഞ്ഞു. ആ ഉറപ്പിനെ ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടി കലക്ടർക്ക് കൂടി പരാതി നൽകാൻ ഒരുങ്ങി നാട്ടുകാരും. ഇത്തവണത്തെ കാലവർഷം കാട്ടുമൽച്ചാൽ നിവാസികൾക്ക് ആ ഉറപ്പിന്റെ ബലത്തെ ആശ്രയിച്ചു തന്നെ ഇരിക്കേണ്ടി വരും. എങ്കിലും ഒരു ബദൽ മാർഗമെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നത്തെ ഈ വരവും നാട്ടുകാർ കാണുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ശാശ്വത പരിഹാരം എത്തുമെന്ന് വിശ്വസിക്കുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. വെള്ളം കുത്തിയൊഴുകി വീടുകളിൽ വെള്ളം കയറി. കല്ലേരിക്കരിയിൽ വിമാനത്താവള കവാടത്തിന് സമീപത്തായിരുന്നു സംഭവം. 2 ദിവസമായി ജില്ലയിൽ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും അപകടങ്ങളും പതിവായിരിക്കുകയാണ്.
ശക്തമായ മഴയിൽ വിമാനത്താവളത്തിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളത്തിന്റെ സമ്മർദ്ദം കാരണം ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ചുറ്റുമതിൽ തകരുകയായിരുന്നു. മതിൽ തകർന്ന സ്ഥലത്തിലൂടെ വെള്ളം കുത്തിയൊഴുകി സമീപത്തെ വീടുകളിലും ബൈക്ക് വർക്ക്ഷോപ്പിലും വെള്ളം കയറി. ഓട്ടോ ഡ്രൈവർ കെ മോഹനന്റെ വീട്ടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറിയതിനാൽ വീട്ടുപകരണങ്ങളും വീട്ടുമുറ്റത്ത് പാകിയ ഇന്റർലോക്ക് അടക്കം നശിച്ചു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോയ്ക്കും കാറിനും കേടുപാടുകളുണ്ടായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ബജറ്റ് വിഹിതം വൈകിപ്പിക്കുന്നതിനെതിരെ SDPI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SDPI ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് AC ജലാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുക, തെരുവ് നായ ആക്രമണം ഇല്ലാതാക്കാൻ ABC പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ജില്ലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമായി തുടരുകയാണെന്നും സ്കൂൾ തുറക്കുന്നതോടുകൂടി വിദ്യാർത്ഥികൾ തെരുവ് നായ ആക്രമണ ഭീഷണി നേരിടേണ്ടി വരുന്ന കാര്യം സർക്കാർ ഗൗരവകരമായി കാണണമെന്നും ജലാലുദ്ദീൻ പറഞ്ഞു. ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരിക്കലും തന്നെ ഒരു MLAക്കോ MPക്കോ ഒരിക്കലും തന്നെ അറിയാൻ സാധിക്കില്ല, ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല. ഇലക്ഷനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൃദ്ധരെയും കുട്ടികളെയും അവശ്യ ജനങ്ങൾ യുവാക്കളെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കാണുമെങ്കിലും അത് കഴിയുന്നതുകൂടെ അത്ര ആളുകളെ കാണണമെങ്കിൽ അവരുടെ ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ അനുവാദത്തോട് മാത്രം കാണാവുന്ന ചുറ്റുപാടാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഏതായാലും ഇവിടെ ഇപ്പോൾ സമരം ചെയ്യുന്നത് ഇവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കല്ല, ജനങ്ങളിൽ കൂടി വളർന്ന് ജനങ്ങളെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ പെൻഷനായിക്കോട്ടെ, അതോടൊപ്പം തന്നെ നാട്ടിന്റെ വികസനത്തിനൊക്കെ ആയിക്കോട്ടെ, അതോടൊപ്പം നായശല്യം, ഇത്തരം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ അല്പസമയം കളക്ടറേറ്റ് മുമ്പിൽ കുത്തിയിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷബീർ കണ്ണാടിപ്പറമ്പ്, ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ മൗലവി, മുസ്തഫ നാറാത്ത്, ഷംസീർ PTV, റഫീഖ് കീച്ചേരി, റജീന ടീച്ചർ, നിയാസ് തറമ്മൽ, ഷാഫി സി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാവുന്നു. നമസ്കാരം.